നമസ്കാരം ക്ഷരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് വെണ്ണക്കണ്ണനായിട്ടായിരുന്നു. വെണ്ണ കയ്യിൽ പിടിച്ച് ഉറി കെട്ടി തൂക്കിയിട്ടതിന്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുകയായിരുന്നു. ഇന്ന് ശ്രീ ഗുരുവായൂരപ്പൻ ഗോവർദ്ധനം ഉയർത്തി നിൽക്കുന്ന ഉണ്ണികൃഷ്ണനാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഉച്ചപൂജ തൊഴുതിട്ടില്ല. ഇനി വൈകുന്നേരം പോകുള്ളൂ. രാവിലെ ഞാൻ പോയി കണ്ടു തൊഴുത ഉണ്ണികൃഷ്ണനെ കണ്ടാലും മതിയാവില്ല. അത്ര ഭംഗിയുള്ള ഉണ്ണികൃഷ്ണനായിരുന്നു. ഉഷപൂജാ കൃഷ്ണനായിരുന്നു. ഇന്ന് കസവ് കുഞ്ഞി പാവുമുണ്ട് ഇടക്കെട്ട് കെട്ടി പട്ടുകോണകം ഉടുത്ത് 2 മാലകൾ ധരിച്ച് കയ്യിൽ താമരപ്പൂ പിടിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് നിറയെ റോസ് പൂക്കൾ ഉണ്ടെങ്കിൽ അതിന്റെ നടുവിൽ ഉണ്ണികൃഷ്ണനായാൽ എങ്ങനെയിരിക്കും അതുപോലെയായിരുന്നു ഇന്ന് ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ. ആകെ ഒരു റോസ് പൂവ്, പനനീർ പൂവിന്റെ ഒരു നിറമായിരുന്നു ഉള്ളിലേക്ക് നോക്കുമ്പോൾ. ചുവന്ന് തൊടുത്ത ഉണ്ണികൃഷ്ണൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു മാലകളും ഉണ്ടായിരുന്നു. തെച്ചുകൊണ്ട് കെട്ടിയ മാല ഉണ്ടായിരുന്നു. കയ്യിൽ ചെന്താമര പിടിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നിറയെ ആ താമരപ്പൂക്കൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണന്റെ അലങ്കാരത്തിനായിട്ട്. അപ്പൊ ഇന്ന് നല്ല സുന്ദരനായിട്ടുള്ള ഉണ്ണികൃഷ്ണനായിരുന്നു. ഉഷപൂജാ കൃഷ്ണന്റെ പാദത്തില് അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പന്റെ സന്തോഷത്തിലായിട്ട് വരണേ ഗുരുവായൂരപ്പ ത്വൽ പ്രസാദായ ഭൂയാൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം തുടങ്ങാട്ടോ. ബിന്ദു സുരേഷ് എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, എൻ്റെ മകൻ നല്ലപോലെ തൊഴുകയും അമ്പലത്തിൽ പോവുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ദൈവം ഇല്ല എന്ന് പറയുന്നു. എനിക്കത് കേൾക്കുമ്പോൾ സങ്കടമാണ്. ഞാൻ എന്താണ് ചെയ്യുക ഒന്ന് പറയൂ സവിത എന്നാണ് ചോദിച്ചിരിക്കണേ. ബിന്ദു ചേച്ചി സങ്കടപ്പെടാതിരിക്കൂ. ഒരിക്കൽ ഭഗവാനെ വിളിച്ചിട്ടുള്ളവരാണെങ്കിൽ എന്തായാലും തിരിച്ച് ഭഗവാനിലേക്ക് തന്നെ വരും. എന്തെങ്കിലും ഒരു താങ്ങാൻ പറ്റാത്ത വിഷമം മോനിപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ അത് അറിയാതെ പോയതായിരിക്കും. അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൻ്റെ ചിന്തകൾ മാറുന്നത് അവന് വരുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം. അങ്ങനെ ചിന്തിക്കൂ, എന്താണെന്ന് അറിയാൻ ശ്രമിക്കൂ, ചോദിച്ചു നോക്കൂ. പക്ഷേ ഒട്ടും വിഷമിക്കണ്ട കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഒരു ദമ്പതിമാരില് ഭർത്താവിന് തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നും ഭാര്യയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്നും ഭാര്യയുടെ സന്തോഷത്തിലേക്കായിട്ട് അദ്ദേഹം ഭാര്യയും കൊണ്ട് ഗുരുവായൂർക്ക് വരികയൊക്കെ ചെയ്യായിരുന്നു. തൊഴാനൊന്നും വരില്ല, അങ്ങനെയായിരുന്നു. പിന്നെ പിന്നെ തോന്നി ഭാര്യ ഈ മണിക്കൂറുകളോളം വരിയിലൊക്കെ നിന്നിട്ട് എന്താണ് അവിടെ ഇത്ര പ്രത്യേകത എന്നറിയണമല്ലോ എന്ന് കരുതി അദ്ദേഹം ഒരിക്കൽ വന്ന് തൊഴാൻ തയ്യാറായി. പിന്നെ 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 അദ്ദേഹത്തിന് അതൊരു ശീലമായി. ഭാര്യ ഇപ്പോൾ ഏതെങ്കിലും ഒരു മാസം ഞാൻ ഈ മാസം ഇന്ന തിരക്കുകൾ കൊണ്ട് ഗുരുവായൂർ പോലെ നടക്കുമോ നിശല്യ എന്ന് പറഞ്ഞാൽ ഭർത്താവ് തന്നെ കൊണ്ടുവരാൻ തുടങ്ങി, നിർബന്ധിച്ച് കൊണ്ടുവരും, അല്ലെങ്കിൽ അദ്ദേഹം എന്തായാലും വന്ന് തൊഴുതിട്ട് പോകും എന്നതായി അവസ്ഥ എന്നൊരു കഥയുണ്ട്. ഇടയ്ക്ക് പറയാറുണ്ട് ഞാൻ. അതേമാതിരി നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉണ്ണികൃഷ്ണനെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരും ഇഷ്ടപ്പെടണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. അത് ഉണ്ണികൃഷ്ണനോട് തന്നെ പറയുക, ഭഗവാൻ നേരേക്ക് തരും, ഉറപ്പായിട്ടും മകനെ തിരിച്ചു കൊണ്ടുവരൂ കേട്ടോ. അടുത്തതായിട്ട് റാണി എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, പാല് കൊണ്ട് തുലാഭാരം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പാല് കൊണ്ട് തുലാഭാരം തൂക്കാം, പക്ഷെ പാല് ഇവിടെ ലഭ്യമായ ദ്രവ്യമല്ല. നമ്മൾ പാല് പുറത്തുനിന്ന് മേടിച്ചു കൊണ്ടുവന്നിട്ട് വേണം തുലാഭാരം തൂക്കാനായിട്ട് കേട്ടോ. ഞാൻ പണ്ട് കുഞ്ഞുവാവയ്ക്ക് ഇത്രയൊക്കെയാണെന്നാണ് എൻ്റെ ഓർമ്മ, പാല് കൊണ്ട് തുലാഭാരം തൂക്കിയിട്ടുണ്ട്. അപ്പോൾ വാങ്ങി കൊണ്ടുവന്ന് കൊടുത്തിട്ടായിരുന്നു, പാക്കറ്റ് പാലുകളായിരുന്നു കൊണ്ടുവന്നത്, എന്നിട്ടായിരുന്നു അവിടെ തുലാഭാരം ചെയ്തിട്ട്. അപ്പോൾ എത്ര വെയിറ്റ് ഉണ്ടോ അതിനനുസരിച്ച് അത്ര ലിറ്റർ പാല് കൊണ്ടുവന്ന് തുലാഭാരം ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് ശ്രീലത എന്ന മല്ലിക മുരളീധരൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, പാലഭിഷേകം ഷീട്ടാക്കിയാൽ പ്രസാദം കിട്ടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രസാദം കിട്ടുമല്ലോ. പാലഭിഷേകം മിനിമം 15 ദിവസത്തിനാണ് ഷീട്ടാക്കാൻ പറ്റുക. ഒരു ദിവസത്തിന് 30 രൂപ കണക്കിൽ 15 ദിവസത്തിന് മിനിമം ഷീട്ടാക്കണം എന്നാണ് അതിൻ്റെ കണക്ക്. അത് നമുക്ക് അതാത് ദിവസങ്ങളിൽ പോയാൽ പാലഭിഷേകം കഴിഞ്ഞ ദിവസത്തിൽ എത്രയാണോ നമ്മൾ ഷീട്ടാക്കിയ അതിനനുസരിച്ച് അളവിലുള്ള അഭിഷേകം ചെയ്ത പാല് നമുക്ക് കിട്ടും. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ മുത്തശ്ശി സ്ഥിരമായിട്ട് പാലഭിഷേകത്തിൻ്റെ പാല് വാങ്ങിക്കൊണ്ടുവരുമായിരുന്നു ഇല്ലത്ത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ആ പച്ചപ്പാൽ തന്നെയാട്ടോ കുടിക്കാറ്, പാല് ചൂടാക്കിയിട്ടായിരുന്നില്ല. ഭഗവാൻ അഭിഷേകം ചെയ്ത പാലല്ലേ, അപ്പം അതങ്ങനെ തന്നെ കഴിക്കാറുണ്ടായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇന്നും എനിക്കത് അത്രയും പ്രിയപ്പെട്ടതാണ്. അത്രയും എന്താ പറയുക,
ഡിവൈനായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ടേസ്റ്റാണ് ആ പാലഭിഷേകത്തിന് ഫീൽ ചെയ്യാറ് കേട്ടോ. അടുത്തതായിട്ട് രാജവല്ലി എന്ന ഭക്തയാണ്. നമസ്കാരം സവിത, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. എൻ്റെ വീട്ടിലൊരു കൃഷ്ണ വിഗ്രഹമുണ്ട്. അത് ഷോക്കേസിന് മുകളിലാണ് വെച്ചിരിക്കുന്നത്. ഷോക്കേസ് ഗ്ലാസ് ഇല്ലാത്തതിനാൽ ആണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ആ ഹാളിൽ ഇരുന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. എൻ്റെ മോൾക്ക് പീരീഡ്സ് ആകുമ്പോൾ അവിടെ ഇരിക്കും. വേറെ ഒരു ഇടമില്ല. മഞ്ഞ പട്ട് വിരിച്ച് അതിൻ്റെ പുറത്താണ് വെച്ചിരിക്കുന്നത്. ഞാൻ കഴിയുന്ന എല്ലാ ദിവസങ്ങളിലും നാരായണനാമം ജപിക്കും. വീട്ടിലെ ദുരിതം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഇനി ഇങ്ങനെയൊക്കെ വെച്ചതുകൊണ്ടാണോ എന്ന് സംശയിക്കുന്നു. മറുപടി തരണം. അങ്ങനെയൊന്നുമില്ല. വീട്ടിലെ ദുരിതം കൂടുക എന്നുള്ളത് നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കൂ. നമുക്ക് മലയാള മരുന്ന് കഴിക്കുന്നത് പോലെയാണ് നാരായണ നാമം ജപിക്കുന്നത് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്താ മലയാള മരുന്ന് കഴിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ, ഈ ആയുർവേദം മെഡിസിൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒന്ന് നമ്മുടെ രോഗം വർദ്ധിക്കും, അതിന് ശേഷമേ കുറയുള്ളൂ. എന്തുകൊണ്ടാണ് ഈ വർദ്ധിക്കുന്നത് ചോദിച്ചാൽ, ഉള്ളിലുള്ള ഇപ്പൊ കഫം, പിത്തം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് കൂടുതലും നമ്മുടെ ശരീരത്തിനെ തളർത്തി കളയുന്നത്. അപ്പൊ അതിനെയൊക്കെ ഉള്ളിൽ നിന്ന് വേരോടെ കളയാൻ വേണ്ടിയിട്ട് അതൊക്കെ ആദ്യം പുറത്തേക്ക് വരും. അപ്പൊ ആദ്യം അധികരിക്കും, അതിന് ശേഷമേ കുറയുള്ളൂ. ഇതേമാതിരിയാണ് നാമം ജപിച്ചാലും നമ്മുടെ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ 1 ഇഞ്ച് കൂടും. എന്താ, എല്ലാം വേരോടെ പറിച്ചു കളയാനായിട്ട് നമ്മുടെ ഉണ്ണികൃഷ്ണൻ തയ്യാറെടുപ്പ് നടത്തുന്നതാണത്. ആ ഒരു കാലഘട്ടത്തിൽ വിട്ടിട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ മനുഷ്യർക്ക് ഒന്നിനും ക്ഷമയില്ല, ഒട്ടും ക്ഷമയില്ല. നമ്മൾ എന്താ ചിന്തിക്കുക, ഞാനിപ്പോൾ ഈ നാമൊക്കെ ജപിച്ചിട്ട് എന്തിനാ കാര്യം, എന്ത് കാര്യമുണ്ട്, എനിക്കിതൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഒന്നും ജപിക്കണില്ല, ഇതിനേക്കാളും മനസ്സമാധാനം എനിക്ക് നാമം ജപിക്കാത്തപ്പോൾ ഉണ്ടായിരുന്നു. എത്ര പേരുണ്ട് അല്ലേ അങ്ങനെ ചിന്തിക്കണത്. വെറുതെ വിചാരിക്കുകയാണ് ഇതൊന്ന് കൂടിയാലേ കുറയുള്ളൂ. നമ്മളിപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് മരുന്നൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിനൊരു കോഴ്സ് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. 5 days 7 days 3 days എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അത് മുഴുവനായിട്ടും കംപ്ലീറ്റ് ചെയ്താലേ നമ്മുടെ അസുഖം മാറുള്ളൂ എന്ന് പറയാറുണ്ട്. ഇതേമാതിരി തന്നെ ഈ നാമം ജപം കണ്ടിന്യൂ ചെയ്യൂ. അപ്പോഴേ നമ്മുടെ ആ ദുരിതങ്ങൾ മുഴുവൻ പുറത്തേക്ക് പോയി ദുരിതമില്ലാത്ത നമ്മളായി മാറുള്ളൂ. അപ്പം അതുകൊണ്ടാണ്. അതല്ലാതെ ഷോക്കേസിൽ ഗുരുവായൂരപ്പനെ വെച്ചതുകൊണ്ട് ഒന്നും അല്ല കേട്ടോ. ഷോക്കേസിലൊക്കെ ഗുരുവായൂരപ്പനെ വെക്കാന്ന് പറഞ്ഞാലേ നമുക്ക് എവിടെ തിരിഞ്ഞു നോക്കിയാലും നമ്മുടെ ഉണ്ണികൃഷ്ണനെ കാണണം അല്ലേ. പൂജാമുറിയിൽ മാത്രം പോരാ. അപ്പം എൻ്റെ അവിടെ എങ്ങനെയാ വെച്ചാൽ പൂജാമുറിയിൽ നിറയെ ഉണ്ണികൃഷ്ണന്മാരുണ്ട്. പീരീഡ്സ് ആയി കഴിഞ്ഞ് പൂജാമുറിയുടെ വാതിലടച്ചിടും. അങ്ങോട്ട് നിഴല് തട്ടണ്ടെന്ന് കരുതും. അടുത്തേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കും, ഒക്കെ ചെയ്യും. പക്ഷെ എൻ്റെ ഹാളിൽ എൻ്റെ TV വെച്ചിരിക്കുന്നതിൻ്റെ അടുത്തൊക്കെ നിറയെ ഉണ്ണികൃഷ്ണന്മാരുണ്ട്. അവിടെയൊന്നും മാറ്റാറില്ല. അവിടെയൊക്കെ എന്താന്ന് വെച്ചാൽ എല്ലായിടത്തും ഗുരുവായൂരപ്പനുണ്ട്. എല്ലായിടത്തേക്ക് തിരിഞ്ഞു നോക്കിയാലും ഗുരുവായൂരപ്പനെ കാണുന്നത് തന്നെ മനസ്സിന് വലിയൊരു സന്തോഷമാണ്. അതുകൊണ്ട് അവിടെയൊക്കെ ഉണ്ട് ഉണ്ണികൃഷ്ണൻ. എന്നാൽ നേദ്യം എല്ലാ ദിവസവും നേദിക്കുന്ന ആ ഒരു പൂജാമുറി അത് അടച്ചിടാറുണ്ട്. അങ്ങനെയാണ് പതിവുള്ളത് കേട്ടോ. അപ്പൊ വിളക്ക് കത്തിക്കുന്ന ഭാഗത്തേക്കൊന്നും പീരീഡ്സ് ആയ ആരും പോകില്ലല്ലോ. അതല്ലാത്ത ഭാഗത്ത് ഗുരുവായൂരപ്പന് ഉണ്ടായാൽ ഒരു ദോഷവും ഇല്ല. അതുകൊണ്ടാണ് ദുരിതം കൂടുന്നത്. അങ്ങനെയൊന്നും വിചാരിക്കുകയേ ചെയ്യരുത്. നമ്മുടെ സാഹചര്യങ്ങൾ, നമുക്ക് ആ ഹോളിൽ ഇരുന്നേ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമുള്ളൂ, അവിടെ പീരീഡ്സ് ആയി ഇരിക്കാൻ പറ്റും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വേറെ. നോക്കൂ, നമ്മുടെ ഈ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഗുരുവായൂരപ്പൻ തരണതല്ലേ. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മളെങ്ങനെ ഗുരുവായൂരപ്പനെ വിളിക്കുക എന്ന് മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ സാഹചര്യങ്ങൾ ഉയർത്തണോ കൂട്ടണോ വേണോ എന്നുള്ളതൊക്കെ ഗുരുവായൂരപ്പൻ തീരുമാനിച്ചോളും. അടുത്തതായിട്ട് ഗോപിക എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ഗുരുവായൂർ നമുക്ക് വിളക്ക് തെളിയിച്ച് സമർപ്പിക്കേണ്ടത് എവിടെയാണ് എന്നൊന്ന് പറയാമോ, അതിന് ഷീട്ട് എടുക്കണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ തന്നെയാണ് വിളക്ക് വാങ്ങി കൊണ്ടുവരുന്നതെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഷീട്ടൊന്നും എടുക്കണ്ട. കൊടിമരത്തിൻ്റെ ചുവടെ മഞ്ചാടി ചെമ്പിൻ്റെ അടുത്തായിട്ട് അവിടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡിൽ നമ്മൾ കൊണ്ടുവരുന്ന വിളക്ക്, നെയ്യൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വാങ്ങി കൊണ്ടുവരികയാണെങ്കിൽ അത്, തിരി, തീപ്പെട്ടി എല്ലാം അവിടെ ഉണ്ട്. അത് വെച്ച് അവിടെ കൊളുത്തി അവിടെ സമർപ്പിച്ച് നമസ്കരിക്കാം. അതല്ല വിളക്ക് കൊളുത്തണ്ട, ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വിളക്ക് കൊടുത്താൽ മതി എന്നാണെങ്കിൽ നമുക്ക് നാലമ്പലത്തിനകത്ത് മണ്ഡപത്തിൽ തന്നെ സമർപ്പിക്കാം. വിളക്ക് അവിടെ നിന്ന് കൊളുത്താൻ പറ്റില്ല, അത്രയും സമയം നമുക്ക് അവിടെ ഉണ്ടാവില്ല മണ്ഡപത്തിൻ്റെ അടുത്ത്. അതുകൊണ്ട് വിളക്ക് കൊളുത്തി വെക്കണമെങ്കിൽ പുറത്തു തന്നെ വെക്കണം കേട്ടോ. ഇനി ഇതല്ലാതെ എങ്ങനെയാണ് നെയ്വിളക്ക് സമർപ്പിക്കുക വെച്ചാൽ ഷീട്ടാക്കാൻ പറ്റും. ശ്രീകോവിൽ നെയ്വിളക്ക് എന്ന് പറഞ്ഞാൽ 500 രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കാം. അതല്ലെങ്കിൽ 10ന്റെ മിനിമം 10 രൂപയാണ് നെയ്വിളക്ക് ഷീട്ടാക്കാൻ. 10ന്റെ ഗുണിതങ്ങളായിട്ട് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും നമുക്ക് നെയ്വിളക്ക് ഷീട്ടാക്കാവുന്നതാണ് കേട്ടോ.
അടുത്തതായിട്ട് കവിത ശശിധരൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. നമസ്കാരം സവിത, ഞാൻ നോട്ട്ബുക്ക് മേടിച്ച് നാമം എഴുതുകയാണ്. നാരായണ നാമം മാത്രമാണ് എഴുതിയത്. നമുക്ക് ഭഗവാന്റെ മറ്റ് നാമങ്ങൾ അടുത്ത പേജിൽ എഴുതാൻ പറ്റുമോ, അതോ ആദ്യം എഴുതിയത് മാത്രമേ എഴുതാൻ പാടുകയുള്ളൂ? ദയവായി മറുപടി തരണേ. അങ്ങനെയൊന്നുമില്ല, ഏത് നാമം വേണമെങ്കിലും എഴുതാം. എന്നെ സവിത എന്ന് വിളിക്കുന്നവരുണ്ട്, സവി എന്ന് വിളിക്കുന്നവരുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ എന്നെ വിളിക്കുന്നവരുണ്ട് അല്ലേ. അത് എല്ലാം ഞാനാണെന്ന് എനിക്കറിയാം. എന്നെ ഇപ്പൊ സവി എന്ന് വന്ന് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ ചോദിക്കും, സാവി എന്ന് ചോദിച്ചാൽ എന്താ ചോദിക്കും, സവിത എന്ന് വിളിച്ചാൽ ഓക്കെ, സവിത എന്ന് വിളിച്ചാൽ ഓക്കെ. എന്താണോ നിങ്ങൾ വിളിക്കുന്നത് അതിനനുസരിച്ചല്ലേ ഞാൻ വിളി കേൾക്കാറുള്ളത്. പക്ഷെ എല്ലാം വിളിക്കുന്നത് തന്നെയാണെന്ന് എനിക്കറിയാം. ഇതേപോലെയാ ഗുരുവായൂരപ്പൻ. അച്യുതാന്നോ നാരായണാന്നോ ഗുരുവായൂരപ്പാന്നോ എൻ്റെ പോലെ ഗുരുവായൂരപ്പൻ നല്ലതാട്ടോ ഞാൻ പറഞ്ഞത്. മഹാപ്രഭുവിനെ ഏത് നാമങ്ങളിൽ വിളിച്ചാലും സഹസ്രനാമം ഉള്ളവനാണ്. സഹസ്രനാമല്ല, അതിലധികം നാമം ഉള്ളവനാണ് ഭഗവാൻ. ഏത് നാമം ജപിച്ചാലും അല്ലെങ്കിൽ വിളിച്ചാലും അല്ലെങ്കിൽ എഴുതിയാലും അത് ഭഗവാനെയാണ് റെപ്രസെന്റ് ചെയ്യണതെന്ന് ഗുരുവായൂരപ്പന് നന്നായിട്ട് അറിയാം. അപ്പൊ നമുക്ക് അടുത്ത പേജിൽ അങ്ങനെയും എഴുതാം. ഇനി വേറെ വല്ല ഈശ്വരന്മാരെയാണോ അടുത്ത പേജിൽ എഴുതണം, ഒരു വിരോധവും ഇല്ല. ഇപ്പൊ നാരായണനാമം കുറെ പ്രാവശ്യം എഴുതി, അതിനുശേഷം പഞ്ചാക്ഷരം എഴുതാൻ തോന്നി, നമഃശിവായ കുറെ എഴുതിക്കോളൂ. മഹാദേവനെ ഉപാസിച്ചു വെച്ചിട്ട് ഭഗവാൻ വേണമെങ്കിൽ പോകുന്നില്ല. അപ്പോൾ ഏത് ഈശ്വരന്റെ നാമമാണെങ്കിലും നമുക്ക് ആ പുസ്തകത്തിൽ എഴുതാട്ടോ, അതിന് ഒരു വിരോധവും ഇല്ല. ഇനി അടുത്തതായിട്ട് പല ആളുകളുടെയും ഒരു സംശയമാണ്, ഈ പീരീഡ്സ് ആയിരിക്കുമ്പോൾ അറിയാതെ ആ പുസ്തകം തൊട്ടുപോയി, ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കണം എന്നാ വിചാരിക്കണം. അപ്പൊ പീരീഡ്സ് ആയപ്പോൾ തൊട്ടുപോയ പുസ്തകം ഇനി അത് ചെയ്യാൻ പറ്റില്ല, അപ്പൊ എന്ത് ചെയ്യും എന്ന്. അങ്ങനെയില്ല, പുസ്തകത്തിന് ഇത്തല്ല കേട്ടോ. ഏത് സമയത്ത് വേണമെങ്കിലും പുസ്തകം തൊടാം. പീരീഡ്സ് ആയ സമയത്ത് തൊട്ട പുസ്തകമാണെങ്കിലും അതിന് ശുദ്ധക്കേടൊന്നുമില്ല, പുസ്തകത്തിന് ശുദ്ധക്കേട് വരില്ല കേട്ടോ. അപ്പോൾ അത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാനും സാധിക്കും. അടുത്തതായിട്ട് പേര് മനസ്സിലായിട്ടില്ല. മനസ്സിന് നല്ല സ്ട്രെസ്സാണ് എക്സാം കാരണം. ഞാൻ MBBSൻ്റെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഒരുപാട് ടെൻഷൻ ഉണ്ട്, സ്ട്രെസ് ഉണ്ട്. ഇതും പിന്നെ കുറേ പേഴ്സണൽ തിങ്സും ഫാമിലി ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല, പക്ഷേ ബാക്കിയുള്ള എല്ലാ ഇഷ്യൂസും ഉണ്ട്. ഇത് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? നെഞ്ചിലൊരു കല്ല് കയറ്റി വെച്ച പോലെയാണ്. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അബൌട്ട് എവറിത്തിങ് ഐ ഫീൽ. ഞാൻ എപ്പോഴും എന്തൊക്കെയാണോ എനിക്ക് തോന്നുന്നത് അതൊക്കെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ മനസ്സിൽ വല്ലാത്തൊരു സ്ട്രെസ് ഫീൽ ചെയ്യുന്നു, ഒരു കല്ല് കയറ്റി വെച്ച ഭാരം പോലെയാണ് ഫീൽ ചെയ്യണത്. ചെറിയ കുട്ടിയാണ്, MBBSന് പഠിക്കുകയാണ്. ആ പഠിത്തത്തിൻ്റെ ടെൻഷൻ ഉണ്ട്, അതല്ലാതെയും ടെൻഷൻസ് ഒരുപാട് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിഷമിക്കാതിരിക്കൂ. എന്തിനാണ് ടെൻഷൻ? നമ്മുടെ ഉണ്ണികൃഷ്ണൻ കൂടെയുള്ളപ്പോൾ എന്തിനാണ് ടെൻഷൻ? ഇതിന് ഉദാഹരണമായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള കഥ ഞാൻ വീണ്ടും പറയാണ്. അർജുനൻ യുദ്ധത്തിൽ നിൽക്കുന്ന സമയത്ത് അഭിമന്യുവിനെ വധിച്ചിട്ടുള്ള ജയദ്രഥനെ ഒറ്റ രാത്രി, അതായത് അടുത്ത ദിവസം കഴിയുന്നതിന് മുൻപ് വധിക്കും എന്ന് ശപഥം ചെയ്തു. എന്നാൽ അദ്ദേഹത്തിനെ കാണാണ്ടേ, അദ്ദേഹത്തിനെ കൗരവരെടുത്ത് ഒളിപ്പിച്ചു വെച്ചു. എന്തിനാന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ സൂര്യാസ്തമയത്തിന് മുമ്പ് വധിക്കാൻ സാധിച്ചിട്ടില്ല വെച്ചാൽ അർജുനൻ സ്വയം തീയിൽ ചാടി മരിക്കും എന്നൊരു ശപഥം എടുത്തിട്ടുണ്ട്. അപ്പൊ അർജുനൻ അങ്ങനെ തന്നെ അങ്ങോട്ട് തീരുകയാണെങ്കിൽ പിന്നെ യുദ്ധം ജയിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്ന് കരുതി അദ്ദേഹത്തിനെ ഒളിപ്പിച്ചു വെച്ചു. ഒളിപ്പിച്ചു വെച്ചപ്പോൾ എന്താ ചെയ്തേ ഗുരുവായൂരപ്പൻ? ഇങ്ങനെ എന്താ പറയാ, പെട്ടെന്ന് തന്നെ യുദ്ധം തുടങ്ങി. എത്ര അദ്ദേഹത്തിനെ അന്വേഷിച്ചിട്ടും യുദ്ധക്കളത്തിലൊന്നും അദ്ദേഹത്തിനെ കാണാനില്ല. അർജുനാണെങ്കിൽ ഇവിടെ നിന്ന് പോയി തപ്പി കണ്ടുപിടിച്ച് കൊണ്ടുവരാനുള്ള സമയമില്ല. അദ്ദേഹത്തിന് ഓരോരുത്തരായിട്ട് ഫൈറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്ത സമയത്ത് യുധിഷ്ഠിരൻ ആകെ കൂടെ വിഷമമായി. കാരണം ഏതാണ്ട് അസ്തമയത്തിനോടെടുത്തു, സമയം ഇരുട്ടാവാറായി. യുധിഷ്ഠിരൻ ഭഗവാന്റെ അടുത്ത് ഓടി വരികയാണ്, അർജുനെ രക്ഷിക്കേണ്ട, എന്താ ചെയ്യുക എന്ന് ചോദിച്ചിട്ട്. അപ്പം അർജുനൻ ഭഗവാന്റെ മടിയിൽ തല വെച്ച് കിടന്നുറങ്ങണു. അപ്പോൾ നല്ല ഉറക്കാണ്. ഭഗവാനാണെങ്കിലോ അർജുനെ മടിയിൽ കിടത്തിയിട്ട് കൈ രണ്ടും ഇങ്ങനെ പുറകിലേക്ക് വെച്ച് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ യുധിഷ്ഠിരൻ വന്നിട്ട് ചോദിച്ചു, എന്താ കൃഷ്ണ ഞാൻ ഈ കാണണത്? ഇത്ര വലിയൊരു ശപഥം ചെയ്തിട്ട് എങ്ങനെയാ അർജുനന് ഉറങ്ങാൻ പറ്റണത്? ഈ ശപഥത്തില് അദ്ദേഹത്തിനെ കാണാനില്ലല്ലോ, വധിക്കണമെങ്കിൽ ആളെ കണ്ടു കിട്ടിയാലല്ലേ വധിക്കാൻ പറ്റുള്ളൂ, കാണാനില്ല, ഇപ്പൊ എന്താ ചെയ്യാ എന്ന് ചോദിച്ചുകൊണ്ട് വല്ലാണ്ട് പരിഭ്രമിച്ചു. ആ പരിഭ്രമത്തിന്റെ സമയത്ത് ഭഗവാൻ പറഞ്ഞു, ജ്യേഷ്ഠൻ ഇങ്ങോട്ട് വരൂ, എൻ്റെ അടുത്തേക്ക് വരൂ. എന്നിട്ട് അർജുനന്റെ ആ ഒരു ചുണ്ടിൻ്റെ അടുത്ത് ചെവി വെച്ച് നോക്കൂ, എന്താണ് അർജുനൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്.
അപ്പോൾ ഇതുപോലെ പതുക്കെ മുട്ടുകുത്തി നിന്ന യുധിഷ്ഠിരൻ ഇങ്ങനെ അർജുനന്റെ ചുണ്ടോട് ചേർത്ത് തൻ്റെ ചെവി വെച്ചപ്പോഴാണ് കേൾക്കുന്നത് കൃഷ്ണ 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുനൻ. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഇവിടെ കിടന്നുറങ്ങാണ്, ബാക്കിയെല്ലാം ഭഗവാൻ തീരുമാനിച്ചോളൂ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇനി ബാക്കിയുള്ള ടെൻഷനൊക്കെ ഞാനാണല്ലോ, അപ്പം ഞാൻ തന്നെ ചെയ്യണമല്ലോ എന്ന്. എന്നിട്ട് ഭഗവാൻ എന്താ ചെയ്തത്? ഭഗവാൻ ആ സൂര്യനെ തന്നെ മറച്ചു. സൂര്യാസ്തമയം കഴിഞ്ഞു എന്ന് കരുതി ഓടി വന്ന ജയദ്രഥന്റെ തല ഒറ്റ അമ്പിലെ തീർക്കുകയും ചെയ്തു. അപ്പൊ സൂര്യാസ്തമയം കഴിഞ്ഞിട്ടില്ല, ഭഗവാന്റെ സുദർശനം കൊണ്ട് ആ സൂര്യനെ ഒന്ന് മറച്ചു പിടിച്ചതാണ്. കുറച്ചു നേരം മറച്ചു പിടിച്ചതും അദ്ദേഹം ഒളിച്ചിരുന്ന ആള് പുറത്തേക്ക് വന്നു. അർജുനൻ അമ്പെയ്തു, അദ്ദേഹത്തിന്റെ തല കൊയ്തു, അദ്ദേഹത്തിന്റെ കഥ കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെയാണ് ഭഗവാൻ നമ്മളെ കൊണ്ടു നടത്തുക. നമ്മളെ ഗുരുവായൂരപ്പനെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കേ വേണ്ടു. അർജുനന്റെ മനസ്സാവണം നമ്മളുടെ. എല്ലാം എൻ്റെ കൃഷ്ണൻ നോക്കിക്കോളും, എനിക്ക് ഒരു ഭാരവും. അങ്ങനെ വിചാരിക്കുന്നിടത്താണ് നമ്മളെ വിജയം എന്ന് കരുതി ഐഡിയലായിട്ട് നമ്മൾ വെറുതെ ഇരിക്കണം എന്നല്ല കേട്ടോ. MBBS വിദ്യാർത്ഥിയോട് ഞാൻ പറയാണ്, എല്ലാം ഭഗവാൻ ചെയ്തോളും. കുട്ടി ഡോക്ടർ ആവണമെങ്കിൽ എക്സാമിന് വെറുതെ അവിടെ പോയിരുന്നാൽ മതി. അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. പക്ഷെ അതിൻ്റെ ഒരു ടെൻഷനും നമ്മൾ എടുക്കരുത്. എല്ലാം എൻ്റെ ഗുരുവായൂരപ്പൻ നോക്കിക്കോളും. എന്നെ ഭഗവാൻ ഏൽപ്പിച്ച ജോലി എന്താണെന്ന് പറയുക, നന്നായിട്ട് പഠിക്കുക. ഇത് മാത്രമാണ് ഇപ്പം എന്നെ ഏൽപ്പിച്ചിരിക്കണം. ഇത് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇതിലേത് ചോദ്യം വരണം, അത് എങ്ങനെ പ്രസന്റ് ചെയ്യണം, എങ്ങനെയായിരിക്കണം എൻ്റെ ആൻസർ ഉണ്ടായിരിക്കേണ്ടത്, ഇതൊക്കെ തീരുമാനിക്കുന്നത് അവിടെയാണ്, ഗുരുവായൂരപ്പനാണ്. ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ആ സ്ട്രെസ്സും ആ വിഷമവും ഒക്കെ പോകും. ഇതിപ്പോൾ പരീക്ഷക്കാരോട് മാത്രമല്ല കേട്ടോ. ഈ കുട്ടി MBBSന്റെ പരീക്ഷയാണ് എഴുതുന്നത്, ഭാവിയിലെ ഡോക്ടർ ആവട്ടെ. പക്ഷെ നമ്മളെല്ലാവരും ജീവിതത്തിന്റെ ഓരോ പരീക്ഷകളും എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓരോ ദിവസവും നമുക്ക് ഓരോരുത്തർക്കും ഓരോ പരീക്ഷകളും പരീക്ഷണങ്ങളുമാണ്. ഇതൊക്കെ നമ്മൾ തരണം ചെയ്യണമെങ്കിൽ നമ്മുടെ കൂടെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാം നമുക്ക് ഈസി ആയിട്ട് പോകും. ഈസി ആയിട്ട് പോകുമെന്ന് പറഞ്ഞാൽ ആ സമയത്തൊന്നും നമുക്ക് ഒട്ടും തോന്നില്ല കേട്ടോ. നമ്മുടെ ഉണ്ണികൃഷ്ണൻ എന്താ നമ്മളോട് ഇങ്ങനെയും ചോദിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ യോഗേശ്വരനാണത്രേ, എന്തൊരു കഴിവാണത്രേ, എന്താ കാര്യം, എൻ്റെ കാര്യം മാത്രം ശ്രദ്ധിക്കില്ല, ഇങ്ങനെ നമ്മൾ എപ്പോഴും വിചാരിക്കില്ലേ. അങ്ങനെയല്ലാന്നേ, നമ്മുടെ യോഗേശ്വരൻ, നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്മുടെ കാര്യങ്ങൾ നോക്കണ്ട, നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്മളെ ഇങ്ങനെ കൊണ്ട് നടത്തും. ഏറ്റവും അവസാനം നമുക്കത് മനസ്സിലാവുള്ളൂ, ഇത്ര നല്ലൊരു റിസൾട്ടിന് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ഉണ്ണികൃഷ്ണൻ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്, ദ ബെസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് അന്ന് നമ്മൾ അത്ഭുതപ്പെടും കേട്ടോ. അപ്പോൾ സങ്കടപ്പെടാണ്ടിരിക്കൂ. ഇനി കൂടുതൽ സ്ട്രെസ് ആണെങ്കിൽ നാരായണ കവചം ചൊല്ലിക്കോളൂ കേട്ടോ. നമ്മുടെ കയ്യിൽ എന്താണെന്നറിയോ, ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇപ്പോൾ ടെമ്പറേച്ചർ ഒന്നും കൂടുതലില്ലല്ലോ, പനിയൊക്കെ നോർമലാണ്. ഇനി വൈകുന്നേരം ആകുമ്പോഴേക്കും പനിക്കുണ്ടെങ്കിൽ ഒരു പാരസെറ്റമോൾ കഴിച്ചോളൂ കേട്ടോ. എന്താ പറയണ പോലെ നമുക്ക് എന്തിനും ഏതിനും പാരസെറ്റമോൾ പോലെയുള്ള പരിഹാരമാണ് നാരായണ കവചം, നാരായണീയം. ഇതൊക്കെ നമുക്ക് എന്തിനും ഏതിനും ഉള്ള പരിഹാരമാണ്. ഇനി അത്ര വലിയ വിഷമം ഉണ്ട് വെച്ചാൽ നാരായണ കവചം ചൊല്ലിക്കോളൂ. ഇനി അതല്ല, പഠിച്ചിട്ട് കിട്ടണില്ല എന്നാണെങ്കിൽ ബാണയുദ്ധം ചൊല്ലിക്കോളൂ, നാരായണീയത്തിലെ 82ാമത്തെ ദശകം ചൊല്ലിക്കോളൂ. ഇങ്ങനെ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടെന്നേ. അത് ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അറിയില്ല, നാരായണ കവചം അത് ചൊല്ലാൻ അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ചെല്ലാൻ പറ്റുന്നില്ല, എനിക്ക് നാരായണീയം വായിക്കാൻ ഒട്ടും നിശ്ചയില്ല, അതെനിക്ക് പറ്റുന്നില്ല, അങ്ങനെയൊക്കെ തോന്നുന്ന ആൾക്കാർക്ക് അവർക്കുണ്ട് സൊല്യൂഷൻ. ഒന്നും വേണ്ടാന്നേ, ഒന്ന് നെയ്വിളക്ക് കത്തിച്ച് വെച്ച് അവിടെ ഇരുന്ന് കുറച്ച് നാരായണനാമം ചൊല്ലിക്കോളൂ. വെറുതെ നാരായണ 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 ഇങ്ങനെ ഒന്ന് ചൊല്ലി നോക്കൂ. എല്ലാ ബുദ്ധിമുട്ടുകളും മാറും. ഇന്ന വഴിയിലൂടെ മാത്രമേ ഗുരുവായൂരപ്പനിലേക്ക് എത്തുള്ളൂ എന്ന് ഒട്ടുമില്ല. ഏത് വഴി വേണമെങ്കിലും സ്വീകരിക്കാം. പൂന്താനത്തിന്റെ ജ്ഞാനപാനയും മേൽപ്പത്തൂരിന്റെ നാരായണീയവും വ്യാസരുടെ മഹാഭാഗവതവും എന്ത് വേണമെങ്കിലും ആവാം നമുക്ക്. ഇന്നത് എന്നൊന്നുമില്ല കേട്ടോ. ഏത് വഴിയിലൂടെ വേണമെങ്കിലും ഭഗവാനിലേക്ക് എത്താം. ദൂരമൊക്കെ ഒന്നാണെന്നേ, വഴിയും ഒക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ ആ വഴിയിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അടുത്തതായിട്ട് സവിത, എൻ്റെ കാലിൻ്റെ മുട്ടിന് വലിയ വേദനയാണ്, നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഇത് മാറാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്ന് ശോഭ ഹരി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെ തന്നെ റഷിത എന്ന ഭക്ത പറഞ്ഞിട്ടുണ്ട്, ആടിയ എണ്ണ ഗുരുവായൂർ കിട്ടും, അത് വാങ്ങി ഉപയോഗിക്കൂ, കൂടെ നാരായണീയം വായിച്ചോ എഴുതിയോ സമർപ്പിക്കൂ, നാരായണീയത്തിലെ അസ്മിൻ പരാത്മൻ ദിവസവും ചൊല്ലൂ എന്ന്. ഞാൻ എൻ്റെ എന്താ പറയുക പ്രൗഡ് മൂമെൻറ്റിലൊന്നാണ് കേട്ടോ ഇത്.
ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ, ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ, എല്ലാവർക്കും എല്ലാം സുപരിചിതമായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. റഷീദ ഇതിനു മുമ്പും എൻ്റെ എല്ലാ വീഡിയോസും കാണുന്ന ആളാണെന്ന് തോന്നുന്നു. കുറേ ചോദ്യങ്ങൾക്ക് റഷീദ് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്, റഷീദോടും നന്ദിയുണ്ട്. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ആടിയ എണ്ണ ഷീട്ടാക്കി വാങ്ങി ഉപയോഗിക്കൂ, കാലിൽ നന്നായിട്ട് പുരട്ടൂ, നാരായണീയം വായിക്കൂ. അസ്മിൻ പരാത്മൻ മാത്രമല്ല, നാരായണീയം മുഴുവനായിട്ടും വായിക്കൂ. വളരെ നല്ലതാണ് നാരായണീയം. നാരായണീയം കൊണ്ട് മാറാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല കേട്ടോ. എന്തിനും ഏതിനും നാരായണീയാണ്. ജീവിത സൗഖ്യത്തിന് നാരായണീയമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ. കൂടുതൽ വിശേഷങ്ങൾ, കൂടുതൽ ചോദ്യങ്ങൾ, കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.